കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണ് സംസാരിക്കുകയാണ്. കാരണം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കിരൺ പറഞ്ഞു, ഇനി അടുത്ത വർഷവും ഇതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുവാന്ന് പറയണം. ആ സമയം കല്യാണിയോട് പറഞ്ഞു, കല്യാണിയും കൂടെ കൂടാൻ പറയാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. വേണ്ട, കിരണായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ കിരൺ കേക്ക് കട്ട് ചെയ്തു. കിരൺ കേക്ക് കട്ട് ചെയ്ത് കല്യാണിക്ക് കൊടുത്തു, ദീപിക്കൊക്കെ കൊടുത്തു. പിന്നീട് ഭാനുമതി മുത്തശ്ശിക്കും കൊടുക്കണം. ഈ കട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല അവിടെ വിക്രത്തിനും പ്രകാശനും. അവർ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. വിക്രം പറഞ്ഞു, അടുത്ത വർഷം ഇവൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല അച്ഛാന്ന് പറയണം. പ്രകാശം അതേടെ മോനെ, അതിനു മുമ്പ് ഇവൻ അങ്ങ് താഴേക്ക് അങ്ങോട്ടേക്ക് പോകും, ഇവന് നമ്മൾ ചവിട്ടി താഴ്ത്തില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കേക്ക് കട്ട് ചെയ്ത കേക്ക് പീസ് എടുത്തുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രകാശിന്റെ വിക്രത്തിന്റെ അടുത്ത് വന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെ കിരൺ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ പോയി നിൽക്കേണ്ട സമയത്ത് പ്രകാശനും വിക്രമും എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. കയറി ചെന്ന് വെച്ചിട്ട് വിക്രം പറഞ്ഞു, അതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യാനായിട്ട് കൈ ഇങ്ങോട്ട് നീട്ടുവാണ്. ഈ സമയം കിരൺ എന്ത് ചെയ്തു, കൈ കൊടുത്തില്ല. കിരൺ പറഞ്ഞു, നിന്റെ ആ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്റെ കൈയും കൂടെ നാറും, കാരണം അത്രയ്ക്ക് വൃത്തികെട്ട കയ്യാ നിന്റെ എന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, മോനെ നമ്മൾ അത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനൊക്കെ ദൈവം തരുന്ന ചെറിയ ചെറിയ ശിക്ഷ നിന്ന് കൂട്ടിയാൽ മതി, മോൻ ഇത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട എന്ന് വിക്രത്തിനോട് പറയണേ. ഇല്ലച്ചാ, എനിക്ക് സങ്കടമൊന്നുമില്ല, നമ്മൾ അതുമാതിരി തെറ്റൊക്കെ ചെയ്തിട്ടില്ലേന്ന് ചോദിക്കണം. പിന്നീട് പ്രകാശൻ എന്തോ വലിയ കാര്യം പറയുന്ന പോലെ പ്രകാശം പറഞ്ഞു, അടുത്ത വർഷം മുതൽ കണ്ടു നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഓഹരി നമ്മൾ ഈ ആശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അതിനായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കണേ. നമ്മുടെ എൻ്റെ അമ്മയുണ്ടല്ലോ ഇവിടെ, നിന്റെ അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഈ സായാഹ്നത്തിലേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഒരു വീതം കൊടുക്കണേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എടാ അതിനൊക്കെ നിനക്കൊക്കെ എവിടെയാടാ ഇരിക്കണേന്ന് ചോദിക്കുക, നിനക്കൊക്കെ വല്ല ജോലിയും കൂലിയും ഉണ്ടോ, എങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. അത് കേട്ടതും അവിടെ ഇരുന്ന ഭാനുമതിയമ്മയുടെ ഒരു കൂട്ടുകാർ പറഞ്ഞു, ഒന്നും തന്നില്ലേലും വേണ്ടല്ല, ആ കിരൺമോനും കല്യാണിമോളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി, കേട്ടിടത്തോളം ഞങ്ങൾക്ക് തന്നെ മതിയായെന്ന് പറയാം, നിങ്ങൾ എത്രക്കാരാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക, അങ്ങനെയൊന്നും വിചാരിക്കുക പോലും ചെയ്യരുത്, ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്, എനിക്കും വിക്രത്തിനും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങൾ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ട് വന്നേ, അന്ന് ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് പറയണം. പിന്നീട് കല്യാണി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയണം. ഭാനുമതി അമ്മേനെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പോവാണ്. ഈ സമയം പ്രകാശനും വിക്രത്തിനും ഇത് കണ്ട് സഹിച്ചില്ല, പക്ഷെ അങ്ങനെ തോറ്റ് പിന്മാറാനായിട്ട് ഒരുക്കമല്ലായിരുന്നു. അവരും എന്ത് ചെയ്യണം, നാണം കേട്ട് ആ പുറകെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം സരുവിന്റെ ഫോണിലേക്ക് ആ വീഡിയോസ് എല്ലാം വരുവാണ്, അവർ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സരുവിന് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ നോക്കിക്കൊണ്ട് സരു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ശാരിയും രാഹുലും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി, ചെന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. എങ്ങനെ ഇരിക്കും നോക്ക്, നിങ്ങൾ ഇതൊക്കെ കാണാനും പറഞ്ഞിട്ട് ആ വീഡിയോസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കിരൺ കേക്ക് കെട്ടിയെന്ന് കണ്ടോ, അവൻ എത്ര സന്തോഷത്തിലാന്ന്, അവന്റെ സന്തോഷം കണ്ടോ. ഇവിടെ മനുഷ്യനാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു, ഇനി അവൻ അധികം ആയുസ് ഉണ്ടാവില്ല, അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു പറയണം. പെട്ടെന്ന് രാഹുൽ ചോദിച്ചു, എന്താ മോളെ നീ എന്തേലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതിനി അവന് അടുത്ത ബർത്ത്ഡേ ആഘോഷിച്ചാൽ പോരെ, ആഘോഷിച്ചെങ്കിലല്ലേ ഇനി അവന്റെ അടുത്ത വർഷം അടിയന്തരമായിരിക്കും നടത്താനായിട്ട് പോകുന്നത്, അതിനുള്ള കാര്യങ്ങളായിരിക്കും നടത്താനെന്ന് പോകുന്നതെന്ന് പറയണം. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ പറയണമെന്ന് ചോദിക്കും. നീ എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും നടത്തിയിട്ടുണ്ടായി ഈ അച്ഛനോട് തുറന്നു പറ. തൽക്കാലത്തേക്ക് ഞാൻ ആരോടും തുറന്നു പറയാൻ തീരുമാനിച്ചില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് സരിയോ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ശാരി പറഞ്ഞു, കേട്ടില്ലേ മോള് പറഞ്ഞിട്ട് പോയത്, അവളുടെ മനസ്സ് നീറി പകുഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ ഇനി ആ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മിക്കവാറും ഭ്രാന്ത് പിടിക്കും. അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലാനും ആളും മടിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ അവള് കൊന്നില്ലെങ്കിൽ മിക്കവാറും മനുഷ്യ നിങ്ങളെ ഞാനായിരിക്കും കൊല്ലാനായിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ എൻ്റെ മോളെക്കുറിച്ചും അവളുടെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്കൊരു വേദന. അല്ലെ പണ്ടേ നിങ്ങളെ കൊന്ന് ഞാൻ ജയിലിൽ പോയെന്ന് പറയാം, എൻ്റെ മോളല്ലായിരുന്നിട്ട് കൂടി ഞാൻ അവളോട് ഇത്ര സ്നേഹം കാണിക്കുന്നു, നിങ്ങൾ എന്നോട് ചെയ്തത്ര ചതി ഒരു പെണ്ണുങ്ങളോട് നിങ്ങൾ ഇനി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചാരി അങ്ങോട്ടേക്ക് കയറിപ്പോവാ. രാഹുലിന് എന്തോ മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് സരുവിനെ കാണാനായിട്ട് വിക്രവും പ്രകാശനും കൂടെ വരുന്നുണ്ട്. അങ്ങനെ സരയു പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം ആ കിരണിനെ തന്നെ ആദ്യം ഇല്ലാതാക്കണം എന്ന് പറയാം, ഇനി ഒരു നിമിഷം പോലും അവൻ ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കില്ലെന്ന് പറയാണ്.
പെട്ടെന്ന് വിക്രം പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ഈ സമയം സരയു പറഞ്ഞു, അവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അവൻ നിലത്തെങ്ങും അല്ല നിൽക്കുന്നത്, ഇന്ന് തന്നെ കണ്ടില്ല അവന്റെ അഹങ്കാരം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ വരുന്നതെന്ന് പറയാം. അവനിട്ടൊരു അടി കൊടുക്കാനായിട്ട് തക്കം പാർത്തിരിക്കുക ഞങ്ങള്, അധികം വൈകാതെ തന്നെ അത് ഉണ്ടാവും, നീ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം. അടുത്ത വർഷം അവന് ഈ സമയത്ത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവരുത്. കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം, അവന്റെ പിറന്നാളിന്റെ പിറ്റേ ദിവസം അവന്റെ അടിയന്തര ചടങ്ങായിരിക്കും ആഘോഷിക്കേണ്ടത്, അത് വേണം നമ്മൾ നടത്താനായിട്ട് എന്നൊക്കെ പറയണം എന്നും പറഞ്ഞിട്ട് സരയു എരിപൊരി കയറ്റി കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വിക്രത്തിനോട് പ്രകാശ് ചോദിച്ചു, എടാ മോനെ, അവള് പറയുന്നതെല്ലാം കേട്ട് അപ്പാടെ നീ അങ്ങോട്ട് വിശ്വസിച്ചോ, അതെല്ലാം നീ വിഴുങ്ങി വെച്ചിട്ട് നീ ആ ക്രൂരകൃത്യം ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. എന്താച്ചാ അങ്ങനെ പറഞ്ഞു, എടാ മോനെ, നീ ജയിലിൽ പോയി കിടന്ന പിന്നെ എനിക്കാരാ ഉള്ളത്, അവൾ നൈസായിട്ട് തല ഊരി അങ്ങോട്ട് പോകത്തില്ലെന്ന് നിൽക്കും. അങ്ങനെയൊന്നും ഊരിപ്പോകാൻ പറ്റില്ല അച്ഛാ, അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ അവളുടെ പേര് പറയും, അവളെ ഞാൻ അകത്താക്കും. എന്നെ അകത്തേക്ക് വിട്ടിട്ട് പുറത്ത് അവൾക്ക് സൂഹിക്കാനാ ഭാവമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഈ വിക്രം ആരാന്ന് ശരിക്കും അവൾക്ക് അറിഞ്ഞിട്ടില്ല, അവള് ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളെന്ന് പറയണം. ഈ സമയം ഭാനുമതി അമ്മയുടെ ഒപ്പമായിരുന്നു ദീപേ, കല്യാണി, പിന്നെ താരയൊക്കെ ഇരുന്ന്. അപ്പൊ അവര് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അമ്മൂമ്മ ഒരു കാര്യം ചെയ്യ, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോരാൻ പറയണ. ഇത് കേട്ടൻ ഭാനുമതി അമ്മ പറഞ്ഞു, വരാനാ? ഞാനോ? ഇല്ല മോളെ, അത് ശരിയാകത്തില്ല, ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ദൈവകൃപണ്ട് ഇതേ കല്യാണി മോളുടെ അമ്മൂമ്മയാന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നത്, എനിക്കിവിടെ നല്ലൊരു മുറി തന്നെ, അത്യാവശ്യം നല്ലൊരു മുറി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഇച്ചിരി കൂടുതലാണ് തന്നിരിക്കുന്നത്, ഒരു പക്ഷെങ്കിൽ എൻ്റെ കൊച്ചുമോളെ നീ അറിഞ്ഞുകൊണ്ടുള്ള സൗകര്യങ്ങളൊക്കെ ആയിരിക്കും ആ തന്നിരിക്കുന്നത് പറയണം. പിന്നെ അത് ഞാൻ ദുർവിനിയോഗം നടത്താൻ പാടില്ലല്ലോ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും കൂടെ വരത്തില്ല എന്ന് പറയണം. ദേവ് പറഞ്ഞു, അതെന്താമേ, കാദംബരി പ്രസവിച്ചതിന് ശേഷം വന്നപ്പോൾ വരുവാണെങ്കിൽ വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് പോരെ, അവിടെ ഒന്ന് കാദംബരിയെ നോക്കാൻ നിന്നോളാൻ പറയണം. വേണ്ട മോളെ, അതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപയുടെ മുന്നിൽ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണം, ഞാൻ മോളെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിങ്ങനെ കൈ കൂപ്പാണ്, ഇനി അതുണ്ടാകത്തില്ലെന്ന് പറയാം. അതൊക്കെ പോട്ടേമേ, സാരമില്ല, മനുഷ്യനല്ലേ, മറവിയും അതുപോലെ തന്നെ ഇതുപോലെ ഉള്ള മനസ്സിന്റെ പശ്ചാത്താപമൊക്കെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, അതൊന്നും ഇനി അടുത്ത അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം, അമ്മയ്ക്ക് എപ്പോൾ വേണമല്ലോ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം. ഭാനുമതി അമ്മ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വന്നോളാം. കല്യാണി പറഞ്ഞു, എപ്പോൾ വേണമെന്ന് തോന്നിയാലും അമ്മമ്മയ്ക്ക് അങ്ങോട്ടേക്ക് വരാം, അവിടെ ആരും അമ്മമ്മനെ തടയാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ ദേവി പറഞ്ഞു, എത്ര ദിവസം വേണമെങ്കിലും വന്ന് നിന്നിട്ട് പോന്നാലും മതി എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മോളെ, പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാരണവശാലും ആ പ്രകാശനും വിക്രത്തിനും വിശ്വസിക്കരുതെന്ന് പറയണം. ഈ മുമ്പേ അവർ കാണിച്ചിട്ടും പറഞ്ഞിട്ട് പോയതല്ല അഭിനയമാ, മോൾ അത് വിശ്വസിച്ചോന്ന് ചോദിക്കും. കല്യാണം പറഞ്ഞു, വിശ്വസിക്കാനോ, ഒരിക്കലും ഇല്ല അമ്മൂമ്മയെന്ന് പറയണം. ദേവി പറഞ്ഞു, കുടിച്ച വെള്ളത്തിൽ പോലും അയാളെ വിശ്വസിക്കില്ല ഞാൻ, കാരണം അത്രക്കാരനായ ഒരുത്തന അവന്, അയാളെ ഞാൻ വിശ്വസിക്കാനോ, ഒരിക്കലും ഇല്ലമ്മയെന്ന് പറയണം. വിശ്വസിക്കരുത് മോളെ, അവൻ അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല, അവൻ മിക്കവാറും ഇനി ഇങ്ങോട്ട് വരും, എന്തിനാണെന്നറിയാവോ, എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്, പക്ഷെ ഞാൻ പോകത്തില്ല എന്ന് പറയണം. ഇനിയിപ്പം കോടികൾ തരാന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തേക്കും ഇല്ല, എനിക്കിവിടെ തന്നെ കഴിഞ്ഞാൽ മതി, ഉള്ള കാലം സ്വസ്ഥതയും സമാധാനത്തോടും കൂടി എനിക്കിവിടെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. പിന്നീട് കല്യാണിയും ദീപയും താരയും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് താരയോട് പറഞ്ഞു, മോളെ നീ ഒന്നും സൂക്ഷിക്കുന്നല്ല, ആ സരിയോ അവൾ ഈ വിക്രത്തിനെ പോലെയുള്ളൊരു പെൺകുച്ച, അവൾ ഒരിക്കലും വിശ്വസിച്ചുകൂടാ, അതുകൊണ്ട് നീ ഉള്ള കാലം ഇനിയിപ്പം കിരൺ മോന്റെ കല്യാണി മോളുടെ കൂടെ ജീവിക്കാൻ നോക്കുക, അവിടെയാണെങ്കിൽ നീ സേഫ് ആയിരിക്കും, നിനക്കൊന്നും സംഭവിക്കില്ല, അല്ലാത്ത പക്ഷം നിനക്ക് മിണ്ടാൻ പോലും സാധിക്കില്ലോ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങൾ ആ സരയുമൊക്കെ, അവരിനി എന്തിലും ആക്രമണം ചെയ്യും, അതൊരിക്കലും ഉണ്ടാവില്ലെന്ന് പറയണം. ശരി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് രാത്രി കിരണും കല്യാണിയും കിടക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് കല്യാണം പറഞ്ഞു, എന്നാലും അമ്മൂമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കിരണേട്ടാന്ന് പറയും. അതൊക്കെ അവരുടെയൊക്കെ അവരുടെ മനസ്സിന്റെ ഇതായിരിക്കും, കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചൊക്കെ അറിയണേ, ഓരോരുത്തർ എത്രമാത്രം വേദനകളിൽ കൂടിയോ കഷ്ടപ്പാടിൽ കൂടിയോ അവിടെ എത്തിയെന്നുള്ളത്. മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ കെട്ടിച്ചു വിട്ടിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയും അവർക്കൊരു ഭാരമായിട്ട് തോന്നി, അതുകൊണ്ടല്ലേ അവർ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അമ്മൂമ്മയ്ക്കൊക്കെ എന്ത് സുഖമല്ലെന്ന് ചോദിക്കുക, അത് ശരിയാ, അമ്മൂമ്മയ്ക്ക് സുഖം തന്നെയാ, പക്ഷെ ഇപ്പോഴെങ്കിലും അമ്മൂമ്മയ്ക്ക് മാറ്റം ഉണ്ടായി. പക്ഷെ ആ പറയുന്ന പ്രകാശനും വിക്രത്തിനും അവർക്ക് മാറ്റം ഉണ്ടായില്ലല്ലോ കല്യാണി എന്ന് പറയാ, അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്ന ജനിസല്ല, കാരണം അവരുടെ മനസ്സിലെ അഹങ്കാരം, ആ അഹങ്കാരം തീർന്നെങ്കിൽ മാത്രമേ ഇനി അവർ നേരെ ആകത്തുള്ളൂ. അപ്പനും അതെ മോനും അതെ, പെട്ടെന്നൊന്നും അങ്ങനെ നേരെയാൻ പോകുന്നില്ല, അവർക്ക് അതിൻ്റെതായ തിരിച്ചടി കിട്ടണം, പശ്ചാത്താപിക്കാനുള്ള സമയം കിട്ടണം, എങ്കിൽ മാത്രം അങ്ങനെ സംഭവിക്കുള്ളൂ. ഇനിയിപ്പം അമ്മൂമ്മ നമ്മളോട് കൂടിയെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയായിരിക്കും അവരുടെ ഏറ്റവും വലിയ നമ്പർ 1 ശത്രു എന്ന് പറയാം. അത് കേട്ടതും കിരൺ പറഞ്ഞു, അത് ശരിയാ കല്യാണി, നീ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞ്, അത് മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറയാം. പിന്നീട് പിറ്റേ ദിവസം
ഭാനുമതിയമ്മ ക്ഷേത്രത്തിൽ പോവാണ്. അപ്പൊ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് പ്രകാശന്റെ വരവ്. പ്രകാശൻ എന്ത് ചെയ്തു? പ്രകാശനാണ് തൊഴുത് പ്രാർത്ഥിക്കുക. എൻ്റെ ദേവി, ഇന്നൊരു പുതിയ തുടക്കം നടത്തുവാണ്, അത് മംഗളകരമായിട്ട് നടത്തണേ. അപ്പൊ കിരണ്ണൻ കല്യാണി ഇല്ലാതാക്കാനായിട്ടുള്ള തുടക്കമാണ്. അപ്പൊ അത് നന്നായിട്ട് വരുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് കിരണിന്റെയും കല്യാണിന്റെയും പേരിൽ പുഷ്പാർച്ചന വിളിക്കുന്ന പേര് കേട്ടത്. പെട്ടെന്ന് ഒരു നിമിഷം പ്രകാശൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അവരുടെ പേരിൽ പുഷ്പാർച്ചന കഴിപ്പിച്ചിരിക്കുന്ന മറ്റാരുമല്ല, ഭാനുമതിയമ്മയാണ്. പ്രകാശനൊരു ഞെട്ടലുണ്ടായി. താൻ ഒരിടത്ത് ഇവിടെ അവറ്റകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ തള്ള ഇത് എന്തു ഭാവിച്ച എന്ന് കരുതുവാണ്. പിന്നീട് ഭാനുമതിയമ്മ അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ അങ്ങോട്ട് ചെന്നു. ആഹാ, എടാ പ്രകാശ, നിനക്ക് ഭയങ്കര മാറ്റമാണല്ലോ. നീ ക്ഷേത്രത്തിലൊക്കെ വരാൻ തുടങ്ങിയോ? നല്ല കാര്യമാണല്ലോ എന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് മാറ്റം വന്ന്? ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരായിട്ട് ഞാൻ അതിന് ഭാനുമതിയമ്മയൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു ഞെട്ടലോടുകൂടി ഭാനുമതിയമ്മ പ്രകാശനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.